എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ട് നമ്മൾ പല രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട്, പല പൊടികൾ ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാൻ ഇന്നിവിടെ ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പുട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് രാഹുലിനും ഒക്കെ ഇഷ്ടമുള്ള പുട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത്. മൈദ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ടൊന്ന് ചീനച്ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 1.25 കപ്പോളം മൈദയുണ്ട്. അപ്പം ഇത് നന്നായിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ മൈദയുടെ മൂത്ത മണം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് തൊട്ട് നോക്കുന്നുണ്ട്. പൊടി പിടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് മൂത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലും വരും. അതുപോലെ തന്നെ നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മുടെ മൈദ അല്ലെങ്കിൽ ഗോതമ്പൊടി അരിപ്പൊടിയൊക്കെ നമ്മൾ വറക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ്. പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും നമ്മുടെ പൊടി പച്ചയിട്ടുള്ളതും വറുത്തതുമായിട്ടുള്ള വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെറുതീയിലിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്ത് പൊടി ആറി വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. പൊടി ആറിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഉപ്പുപൊടിയും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മൈദപ്പൊട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ചിലർക്ക് കഴിക്കാനായിട്ടുള്ള ഹെൽത്തിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ കഴിക്കാൻ പറ്റാത്തതായിരിക്കും. ഒത്തിരി ഇത് കഴിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ രാഹുലിനും എനിക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഉണ്ടാക്കുക. ചേട്ടൻ പിന്നെ പുട്ടൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇത് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. അപ്പം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും ശരിയാകും. പക്ഷേ ഞാൻ ഇന്ന് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെയാണ് സാധാരണയായിട്ട് നനച്ചെടുക്കുന്നത്. ഒരു പകുതി നനവായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചൊന്ന് നനച്ചെടുക്കണേ. അത് 2-3 ടീസ്പൂൺ പാലെടുത്താൽ മതി. അതെടുത്തൊന്ന് നനച്ച് നമ്മുടെ കൈവെള്ളയിൽ ഇങ്ങനെ ഒഴിച്ചെടുത്ത് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് ഒന്ന് നനച്ചെടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഒഴിച്ച് ഒന്ന് നനച്ചെടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതേടെ നമ്മുടെ പുട്ടുപൊടി ഏകദേശം ഒരു പരിവായി വന്നിട്ടുണ്ട്. 3/4 ഭാഗത്തോളം നനഞ്ഞ് ഒരു 90-95% നനഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങാപ്പീരയും കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പൊടി കറക്റ്റ് പരിവായി കിട്ടും. അതിൻ്റെ ആ തേങ്ങാപ്പാലും എല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി ചേർക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ജീരകം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. അതും കൂടി ഇടുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഞെരടി ഒന്ന് കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ അതേണ്ട പുട്ടുപൊടി നല്ല കറക്റ്റ് പരുവായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റോളം ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. സമയമുണ്ട് ഒരു അരമണിക്കൂർ വെക്കുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കുറച്ചുകൂടെ നല്ല മയവും കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ എല്ലാം കൂടെ ആ തേങ്ങാപ്പീരയുടെ എല്ലാം ടേസ്റ്റും കൂടെ ഇറങ്ങുമ്പോഴത്തേനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പുട്ടുപൊടി വാരിയിടാം. അപ്പോൾ ആദ്യം തേങ്ങ കുറച്ചിട്ടതിന് ശേഷം പിന്നീട് ഞാൻ പുട്ടുപൊടി വാരിയിട്ട് അങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. പുട്ടുകുറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ആവിക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുട്ട് ഞാൻ കുത്തിയെടുക്കാൻ പോവാണ്. ബാക്കി അത്രയും മാവാണുള്ളത്. അത്രയും പൊടി കൊണ്ട് നമുക്കൊരു 1.25 കുറ്റിയോളം പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ കുറ്റി പുട്ട് ഞാൻ കുത്തി നമ്മൾ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ഞാൻ പാത്രത്തിലേക്ക് കുത്തി വെക്കുന്നുണ്ട്. ഇത്രയും മതി. ഞങ്ങളുടെ വീട്ടിൽ 2 പേര് ഞങ്ങൾ കഴിക്കുന്നുള്ളൂ. ഇത്രയും പുട്ട് മതി. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ടാണ്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സോഫ്റ്റാണെന്ന്. ഇതിൻ്റെ കൂടെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ പഴം ാണ് കഴിക്കുന്നത്. വൈകുന്നേരം വരെ ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. മൈദ കൊണ്ടുണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ മൈദപ്പൊട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കണ്ടോ. എടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല സൂപ്പർ സോഫ്റ്റും ടേസ്റ്റും ഉള്ളതാണെന്നും. അപ്പോൾ ഒരു തവണയെങ്കിലും മൈദ കൊണ്ട് ഇതുപോലെ ഒന്ന് പുട്ടുണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പം ഞാൻ പഴവും കൂടെ വെച്ച് രാഹുലിന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പിന്നെ ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളൂ അവൻ. എന്നാലും ഇതിലേക്ക് ഞാൻ 2-3 പഴവും കൂടെ ഞാനിപ്പോൾ എൻ്റെ പഴമാണ് വെച്ച് കൊടുക്കുന്നത്. അതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള മൈദപ്പുട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.